അധ്യാത്മ രാമായണം കിഷ്കിന്ധാകാന്ഡം. ലക്ഷ്മണ സുഗ്രീവർ രാമ സന്നിധിയിൽ പ്രവേശവും സീത അന്വേഷണോദ്യോഗവും. ഇനി താമസം വേണ്ട, രാമദേവ സന്നിധിയിലേക്ക് പോകാമെന്നായി സുഗ്രീവൻ. വളരെ വലിയ ഒരു വാനര സൈന്യ സന്നാഹവും ഒപ്പം കൂടി. ഹനുമാൻ, നീലൻ, അംഗദൻ തുടങ്ങിയ വാനര പ്രമുഖരോടും ശംഖം, മൃദംഗം, ഭേരിയോടും ലക്ഷ്മണനും സുഗ്രീവനും തേരിലേറി യാത്രയായി. ഇന്ദ്രൻ്റെ അമരസേനയ്ക്ക് തുല്യമായി തോന്നുന്ന സംഘം. ശിലാഗുഹയിൽ ദുഃഖിതനായി വൽക്കലധാരിയായ രാമദേവനെ ദൂരത്തു വെച്ചു കണ്ട സുഗ്രീവനും ലക്ഷ്മണനും തേരിൽ നിന്നിറങ്ങി നടന്നു. സുഗ്രീവൻ രാമപാദ നമസ്കാരം ചെയ്തു. രാമദേവൻ എഴുന്നേൽപ്പിച്ചു ഗാഢ ആലിംഗനം ചെയ്തുകൊണ്ട് സുഖമല്ലേ എന്ന് ചോദിച്ചു. ശേഷം ആതിഥ്യ പൂജകൾ ഒക്കെ ചെയ്തു. അനവധിയായുള്ള കപികുലത്തെ കാണിച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, അങ്ങയ്ക്കായി പ്രവർത്തിക്കാനെത്തിയവരാണ്. പല ദേശത്തു നിന്നും വിശേഷ ഗുണങ്ങളുള്ളവർ, ദൈവ അംശങ്ങളുള്ള ഇവർ ഇഷ്ടാനുസരണം പല രൂപങ്ങൾ ധരിക്കാൻ കഴിവുള്ളവരാണ്. വാനരകുലാധിപൻ ബ്രഹ്മപുത്രൻ ജാംബവാൻ, കോടി വാനരാധിപൻ ഹനുമാൻ, നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധനും, കേസരി, മഹാബലി, പ്രമഥൻ, ശരഭൻ, സുഷേണൻ, അംഗദൻ, വൃഷഭൻ, വിനീതൻ തുടങ്ങിയുള്ള വാനര രാജാക്കന്മാർ സന്നിഹിതരാണ്. വേണ്ടതെന്ത് അവർ സാധിച്ചു തന്നിരിക്കും. ഇത് കേട്ട് രാമദേവൻ സുഗ്രീവനെ ഉണർന്നു. എൻ്റെ കാര്യത്തിൻ്റെ മാഹാത്മ്യം നിന്നിൽ തന്നെയാണ്, വേണ്ടത് നീ തന്നെ ചെയ്യുക. ഇത് കേട്ട് സുഗ്രീവൻ 100,000 കപിവീരന്മാരെയും പടനായകന്മാർക്കൊപ്പം വീതിച്ച് 4 ദിക്കിലും പോകാനും തെക്കുഭാഗത്തേക്ക് പ്രമുഖർ പോകാനും 30 നാൾക്കകം സീതയെ കണ്ടുകിട്ടാതെ വന്നാൽ മരണശിക്ഷ ഏവർക്കും ഉറപ്പെന്നും പറഞ്ഞു യാത്രയാക്കി. രാമദേവൻ ഹനുമാനെ പ്രത്യേകമായി വിളിച്ച് മുദ്രാമോതിരം നൽകി സീതയ്ക്ക് വിശ്വാസം വരുവാൻ അടയാളവാക്യവും പറഞ്ഞുകൊടുത്തു. അംഗദൻ, ജാംബവാൻ, ഹനുമാൻ ഇവർ തെക്കുഭാഗത്തേക്ക് പർവ്വതം, നഗരങ്ങൾ, ഗ്രാമങ്ങൾ കടന്ന് യാത്ര തുടർന്നു. വിന്ധ്യാചല അടവിയെത്തിയ അവർക്ക് ഘോര മൃഗത്തെ കൊന്നു തിന്നുന്ന ഒരു രാക്ഷസനെ കണ്ട് രാവണനെന്ന് കരുതി കൊന്നു. രാവണനല്ല എന്ന് ബോധ്യപ്പെട്ട് യാത്ര തുടർന്നു. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ബേരി മൃദംഗ ശംഖാദീനാദത്തോടും അഞ്ജനാപുത്രൻ നീലൻ അംഗദാദ്യൈരനലഞ്ജസ വാനരസേനയോടും തഥാ ചാമരശ്വേതാദ പത്രവ്യജനവാൻ സാമരസൈന്യൻ അഖണ്ഡലനെ പോലെ രാമൻ തിരുവടിയെ ചെന്നു കാൺമതിനാമോദമോടു നടന്നു കബീവരൻ ഗഹ്വരദ്വാരി ശിലാതലെ വാഴുന്ന വിഹ്വലമാനസം ചിരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം ശാന്തം മൃദുസ്മീത ചാരുമുഖാംബുജം
കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാന്തം മുദാ കണ്ടു ദൂരാൽ കപിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിടിനാൻ വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂജിച്ചു ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഢം പുണർന്നീടിനാൻ സൗഖ്യമല്ലീ ഭവാനെന്നുര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോ ഭക്തി പരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ വാർത്തരുളേണം മാതരാൽ തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കൊരു മർക്കടവീരരി കാണായതൊക്കവേ നാനാകുലാചല സംഭവന്മാരിവർ നാനാസരദ്വീപ ശൈല നിവാസികൾ പർവ്വതതുല്യ ശരീരികളേവരുമൂർവീപദേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാരിവരാകയാൽ ദേവാരികളെ ഒടുക്കും ഇവരിനി കേജിൽ ഗജബലന്മാരിതിലുണ്ടു താൻ കേജിദശ ഗജശക്തിയുള്ളോരുണ്ടു കേജിത്ത് അമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാരറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോബലരൂപികൾ കേജിൽ കനകസമാന ശരീരികൾ കേജന രക്താന്ത നേത്രം ധരിച്ചവർ കേജേന ദീർഘവാലന്മാരധാപരേ ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളം ഇല്ലാർക്കും നിൻകഴൽ പങ്കജത്തിങ്കൽ ഉറച്ചവർ സംഖ്യയില്ലാതോളമുണ്ടു കപീബലം മൂലബലജലവക്കും അശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഗൃക്ഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കര സംഭവ പുത്രൻ ഇവനല്ലോ കോടി ബലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലാതിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരീ മാരുതിദാതൻ മഹാബലിവീരൻ പ്രമാധീശരഭൻ സുഷേമനും
ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലിമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാമംഗതനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക, വേണമെന്നാൽ ഇവർ സാധിക്കും ഒക്കവേ. സുഗ്രീവവാക്യം ഇതം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. സന്തോഷപൂർണാശ്രു നേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തിതു സാദരം. മൽക്കാര്യ ഗൗരവം നിങ്കലേ നിർണയം, ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വാനീ. ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നനാദിശി സഖേ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരനയച്ചിതു 4 ദിക്കിങ്കലും. 100,000 കവിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിന് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. അങ്കദൻ ജാമ്പവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാദാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്നു. ബാധയൊഴിഞ്ഞുടൻ കണ്ടു വന്നിടണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവർ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കേണമേണാംഗശേഖരൻ തന്നാണ നിർണയം. 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു. കാലമേ പോയാലും എന്നയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. യുദ്ധം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായു തനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അത്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. മനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. രാമനാമാങ്കിതമാമങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാള വാക്കും അരുൾ ചെയ്തു. മന്നവൻ പോയാലും എന്നയച്ചിടിനാൻ. ലക്ഷ്മീ ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണ ദിക്കു നോക്കി കപി സഞ്ചയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര ബാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കടസേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനന രാജ്യപുരങ്ങളിലും തഥാ തത്രൈവ തിരഞ്ഞതി സത്വരം നീളെ നടക്കും
ദശാന്തരേ ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചല അടവി പൊക്കു തിരയുമ്പോൾ ഘോര മൃഗങ്ങളെ കൊന്നു തിന്നതിക്രൂരനായൊരു നിശാചരവീരനെ കണ്ടു വേഗത്തോടടുത്താരത് ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.